അങ്ങനെ അവസാനം നമ്മുടെ എമ്പുരാനെയും പിന്തള്ളിക്കൊണ്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന സിനിമയായി മാറി എന്നുള്ളതാണ്. ഏകദേശം 266 കോടി രൂപയോളാണ് ഇപ്പോൾ ലോക കളക്ട് ചെയ്തേക്കുന്നത്. ഈ പടം ഇനിയും ഒരുപാട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു വിജയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത് ഈ ഒരു പടം വളരെ സൈലന്റ് ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് കമ്പയർ ടു എമ്പുരാൻ അത്ര അധികം പ്രൊമോഷൻ ആക്ടിവിറ്റീസോ പ്രൊമോഷൻ വീഡിയോസോ കണ്ടന്റുകളോ ഒന്നും ഇല്ലാണ്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഒരു മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഇതെന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ അറിയോ? അതായത് VFXനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ബോളിവുഡിനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് സത്യത്തിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. നിങ്ങൾ ഹിന്ദി റിവ്യൂസ് എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് VFXനെ യൂസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അതിനെ യൂസ് ചെയ്യേണ്ടത്, VFX യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാച്ചുറാലിറ്റി പോവാണ്ട് അതിൻ്റെ ഒറിജിനാലിറ്റി പോവാണ്ട രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളത് എന്താ പറയുക, ഇന്ത്യൻ സിനിമയെ പഠിപ്പിച്ച ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമുക്ക് VFX ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ബാഹുബലി ഉണ്ട്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ആ സിനിമകളൊക്കെ ഓവർ ദ ടോപ്പിൽ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു മസ്കുലർ മെന്നിനെ പോർട്രേ ചെയ്യുന്ന കൈൻഡ് ഓഫ് സിനിമകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് ഒരു മാസ് ആയിട്ടുള്ള ഏകദേശം 500-600 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബാഹുബലി എന്നൊക്കെ പറയുന്നത്. ബോളിവുഡിലെ ഏത് സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 100 കോടിന്റെ മുകളിലേക്ക് ബജറ്റ് വരുന്നുണ്ട് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ. അപ്പോൾ വെറും 30 കോടി ബജറ്റിൽ നിന്നുകൊണ്ട് ഒരു സൂപ്പർ ഹീറോ സിനിമേനെ എങ്ങനെ ചെയ്തെടുക്കണം, അതിന്റെ നാച്ചുറാലിറ്റി പോവാണ്ട് എങ്ങനെയാണ് ഇതിനെ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ബോളിവുഡിനെ പഠിപ്പിച്ച ഒരു സിനിമ തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ യൂട്യൂബിൽ ബോളിവുഡ് റിവ്യൂസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിവ്യൂവേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി എമ്പുരാനായിട്ട് നമ്മൾ ഈ ഒരു പടത്തിനെ നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എമ്പുരാൻ നമുക്കറിയാം, ലൂസിഫർ പടം ഹിറ്റ് ആയതിനു ശേഷമാണ് എമ്പുരാന്റെ അനൗൺസ്മെന്റ് വരുന്നത്. അന്ന് മുതൽ തിയേറ്ററിലേക്ക് പടം എത്തുന്നത് വരെ അത്രയും ഹൈപ്പിൽ നിന്നിട്ടുള്ള പടമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ബുക്ക് മൈ ഷോ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു ബുക്കിംഗ് കൊണ്ട്. ആ ലെവലിൽ വരെ ആൾക്കാർ എക്സ്പെക്ടേഷൻ ഉണ്ടായി. ആൾക്കാർ ഇങ്ങനെ ബുക്ക് മൈ ഷോ തുറന്ന് വെച്ച് അതേപോലെ തന്നെ PVRലൊക്കെ ആൾക്കാർ പ്രീ ബുക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള പടമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് റീസൺ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ലൂസിഫർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തരംഗമുണ്ട് മലയാളത്തിൽ, അതൊരു റീസൺ ആണ്. രണ്ടാമത് ലാലേട്ടനും പൃഥ്വിരാജും എല്ലാ ഭാഷയിലും നടന്ന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. കന്നഡയിലുണ്ട്, തമിഴിലുണ്ട്, തെലുങ്കിലുണ്ട്. അപ്പൊ അത്രയും ഇന്റർവ്യൂ കൊടുത്തിട്ട് അത്രയും ഇനീഷ്യൽ പുള്ള് ശരിക്കും എമ്പുരാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഇനീഷ്യൽ പുള്ള് എമ്പുരാന് കിട്ടി. മാത്രമല്ല ഈ പടം വിജയിക്കാനുള്ള ഏറ്റവും മേജർ റീസൺ എന്ന് പറയുന്നത് ആ സിനിമയിലെ പൊളിറ്റിക്സ് ആയിരുന്നു. പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് തന്നെ 2-3 പ്രാവശ്യം പടം പോയി കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു പടം 255 കോർ അല്ലെങ്കിൽ 260 262 കോടി എന്നൊക്കെ പറയുന്ന ബെഞ്ച് മാർക്ക് ഈ ഒരു പടം സെറ്റ് ചെയ്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റീസൺ ആണ്. നമുക്കറിയാം സംഘപരിവാർ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയും അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മലയാളികൾ എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാടും കൂടെ ഈ പടത്തിന്റെ ഹിറ്റിന് കാരണമാണ്. എന്നാൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത് സിനിമ, ആ സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് ഏറ്റവും ടോപ്പിൽ കളക്ട് ചെയ്ത ഒരു പടമായി മാറിയിരിക്കുക എന്നുള്ളത്. ആ സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് മാത്രം ഓടിയിട്ടുള്ള സിനിമയാണ്. അതിന് പൊളിറ്റിക്കൽ റീസൺ ഇല്ല, ഇനീഷ്യൽ പൊള്ളില്ല, അത്ര അധികം പ്രൊമോഷൻസ് ഇല്ല, 30 കോടി ബജറ്റിൽ വരുന്ന ഒരു സിനിമയാണ്. അങ്ങനെയുള്ള ഒരു സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള മലയാളത്തിലെ ഫസ്റ്റ് പടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമയാണ്. മാത്രമല്ല ഈ ഒരു വിമൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ. ഇപ്പൊ മോഹൻലാലിനെയും മമ്മൂട്ടീന്റെയും നടുക്ക് ഒരു ചെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുത്താൻ പറ്റുന്ന ആളായിട്ട് കല്യാണി പ്രിയദർശൻ മാറി എന്നുള്ളതാണ്. ആ റേഞ്ചിലേക്ക് ഒരു വിമൺ എംപവർമെന്റ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിമൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ, ഒരു സൂപ്പർ ഹീറോ വിമണിനെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. അപ്പോൾ 265 കോടി രൂപയോളം ഈ ഒരു സിനിമ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ക്വാളിറ്റി കൊണ്ട്, സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആളുകൾ 2-3 പ്രാവശ്യം പോയി കണ്ട് രക്ഷപ്പെട്ടുള്ള ഒരു സിനിമയാണ് സത്യത്തിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. ബോളിവുഡിന്റെ VFX എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു സിനിമ. ഈ സിനിമ ഇത് മാത്രമല്ല,
നമുക്കറിയാം നമ്മൾ വർഷങ്ങളായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ മിത്തിക്കൽ ക്യാരക്ടേഴ്സിനെ അതിൻ്റെ ഒരു ക്വാളിറ്റി ചോർന്നു പോവാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഓവർ സെൽ ചെയ്യാത്ത രീതിയിൽ, അന്ധവിശ്വാസങ്ങൾ കുത്തിക്കയറ്റാത്ത രീതിയിൽ എന്തായിരിക്കും അതിൻ്റെ സയന്റിഫിക് റീസൺ? ഈ സാധനങ്ങളെല്ലാം മുന്നോട്ട് വെച്ച് ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് സത്യത്തിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ബോളിവുഡിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലോക എന്ന് പറയുന്ന സിനിമ. അതായത് ബോളിവുഡ് ഇതിനെ ഓവർ സെൽ ചെയ്യാൻ നോക്കുന്ന സമയത്ത്, അന്ധവിശ്വാസങ്ങൾ ഒരുപാട് കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെ ഒരു സയന്റിഫിക് റീസൺ കൊടുക്കുകയാണെന്നുള്ളതാണ്. അതായത് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ ക്യാരക്ടറിനെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എല്ലാ മലയാളികളും കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ അത്തരം കഥകൾ കേട്ടിട്ടുള്ള മലയാളികൾക്ക് ഒരു പുതിയ ന്യൂ ജനറേഷൻ എന്താ പറയാ, ഒരു ഒരു നീലിനെ എന്തായിരിക്കും അതിന്റെ സയന്റിഫിക് റീസൺ? എങ്ങനെയായിരിക്കും അവർ ഇമ്മോർട്ടൽ ആയിട്ട് മാറിയത്? ഈ ഒരു റീസൺ മുന്നോട്ട് വെക്കുന്ന രീതിയിലേക്ക്, എന്നെ നമുക്കൊരു ഗൃഹാതുരത്വം തോന്നുന്ന രീതിയിലേക്ക് ആ ക്യാരക്ടേഴ്സിനെ എല്ലാം പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഇത് മലയാളികൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. നീലി, കള്ളിയങ്കാട്ട് നീലി, ചാത്തൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയാണ് അതല്ലേ, നമ്മുടെ സ്വന്തമാണ് അതൊക്കെ. പക്ഷെ ഈ ഈ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ ഒരിക്കലും നമ്മളിപ്പോൾ തമിഴിലേക്കോ കന്നഡയിലേക്കോ ബോളിവുഡിലേക്കോ പോകുന്ന സമയത്ത് ഇല്ല. അവർക്ക് ഇതിന്റെ മിത്തോളജി എന്താണെന്നുള്ളത് ഒരിക്കലും അറിയത്തില്ല. പക്ഷെ എന്നിട്ടും അവിടെ പടം ഓടി, ആളുകൾ കണ്ടു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി തന്നെയാണ്. അതായത് ഹോളിവുഡൊക്കെ എങ്ങനെയാണോ പടം ചെയ്യുന്നത്, ഒരു ഏറെക്കുറെ ആ കൈൻഡ് ഓഫ് മേക്കിങ്ങിലേക്ക് മലയാള സിനിമ പോയി എന്നുള്ളതാണ്. ആ കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് ഇപ്പൊ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് ഇനി വരുന്ന ഫിലിം മേക്കേഴ്സിന് സത്യത്തിൽ ഒരു ത്രെട്ടും കൂടെയാണത്. ഇനി ചെയ്ത് വെക്കുമ്പോൾ ഇതിന് മുകളിലേക്ക് സാധനം ചെയ്ത് വെക്കണം. അപ്പൊ നമുക്കറിയാം നമ്മൾ എത്രത്തോളം റിഫൈൻഡ് ആയി ഫിലിം മേക്കിങ്ങിൽ വരികയാണെന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സിനിമ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ഇനി ഇനി എല്ലാവരും ട്രൈ ചെയ്യുന്ന എന്തിനായിരിക്കും? ഇതിന്റെ മുകളിലേക്ക് ഒരു സാധനം കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ മലയാള സിനിമയാണെന്നുണ്ടെങ്കിലും ബോളിവുഡ് ആണെന്നുണ്ടെങ്കിലും തമിഴാണെന്നുണ്ടെങ്കിലും തെലുങ്ക് ആണെന്നുണ്ടെങ്കിലും ഈ പടം മൊത്തത്തിൽ എല്ലാവർക്കും കണക്ട് ആയി എല്ലായിടത്തും ഓടി. ഇനി ആൾക്കാർ ഈ കൈൻഡ് ഓഫ് സാധനം കാണുന്ന സമയത്ത് കമ്പയർ ചെയ്യും ആൾക്കാർ ലോകയായിട്ട്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പൊ ഇനി വെക്കേണ്ടത് ഇതിന്റെ മുകളിലേക്കുള്ളൊരു സിനിമയാണെന്നുള്ളതാണ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. ഫൈനലി ഈ സിനിമ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടീൻ്റെയും നടുക്ക് ഇനി നമുക്ക് കല്യാണി പ്രിയദർശനും കൂടെ ഒരു സീറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്.